അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരു അതിശയോക്തിയാണ് ഈ വഹാബി ഭീകരവാദികളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ താനെ ചിരിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നത്, ചിരിക്കാത്ത വല്ല മനുഷ്യന്മാരും ലോകത്തുണ്ടെങ്കിൽ ഇവരുടെ ഈ പ്രവൃത്തി കാണിച്ചു കൊടുത്താൽ അവർ ആർത്തട്ടഹസിച്ച് ചിരിക്കുമെന്നാണ്. അത്രയേറെ കോമഡികളാണ് നാം റഹ്മത്തുള്ള ഖാസിം ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് അവர்கள் പ്രഭാഷണം തുടങ്ങിയപ്പോൾ ആ പ്രഭാഷണങ്ങളൊന്നും തന്നെ ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അതല്ല വാസ്തവ ചരിത്രം എന്നായിരുന്നു വഹാബി വിഭാഗത്തിൻ്റെ പ്രചണ്ഡമായ വാദം. അപ്പോൾ സുന്നികളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ചരിത്രം വായിക്കൂ. ചരിത്രം വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ചാടിക്കയറി ചരിത്രം വായിക്കാൻ തുടങ്ങി. ചരിത്രം വായിച്ചില്ല എന്ന് മാത്രമല്ല, റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് അവர்கள் എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് ശരിവെക്കുന്ന രൂപത്തിലാണ് നമ്മുടെ അനസ് മൗലവിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ ചരിത്ര വായന അനസ് മൗലവി വായിച്ചപ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. മൂപ്പർ ആദ്യമായി ഉന്നയിച്ച ഒരു അപരാധം, റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് അവர்கள் പറഞ്ഞു, ഞാൻ വഹാബികളെപ്പോലെ വഹാബി ഭീകരവാദികൾ ഇടയ്ക്കിടെ തൗഹീദ് മാറ്റാനും അതുപോലെ തന്നെ സുന്നികളെക്കുറിച്ച് കളവ് പറയാനും വേണ്ടി അവർ തോന്നിയത് പറയലാണ്, തെളിവൊന്നും നോക്കിയിട്ട് പറയലല്ല, തെളിവ് അവർക്ക് ആവശ്യവുമില്ല. കാരണം അതൊരു രാഷ്ട്രീയ മൂവ്മെൻ്റാണ്, അത് വ്യക്തിപരമായി ഒരു വ്യക്തി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ന് റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് അവர்கள் ശരിവെക്കുന്ന രൂപത്തിലുള്ളതാണ് അവരുടെ ആ ജൽപ്പനങ്ങൾ കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പോൾ റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് അവர்கள் പറഞ്ഞു, ഞാൻ അതുപോലെയല്ല, ഞാൻ വഹാബിസം എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി 1,00,000 രൂപയോളം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ആ ചെലവഴിച്ച 1,00,000 രൂപ അത് ഉദാരമതികളായ ദീനീ സ്നേഹികളായ ആളുകൾ എനിക്ക് നൽകിയതാണ്. അങ്ങനെ അത് നൽകിയതിൽ നിന്ന് ഞാൻ 1,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് കിതാബ് വാങ്ങി, വഹാബിസത്തെക്കുറിച്ചുള്ള കിതാബുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ വാങ്ങിയിട്ട് അവരെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആരാണ് ഇയാൾക്ക് പണം കൊടുത്തത്? അനസ് മൗലവിയുടെ ചോദ്യം, ആരാണ് ഇയാൾക്ക് പണം കൊടുത്തത്? എങ്ങനെയാണ് ഇയാൾക്ക് പണം കൊടുത്തത്? ആരാൻ്റെ പൈസ വാങ്ങി കിതാബ് വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത് പറയുന്ന അനസ് മൗലവിയോട് ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പണ്ട് നിങ്ങൾ ഹുസൈൻ സലഫിയെ കുറിച്ച് പറഞ്ഞത് ആലോചിക്കണം. എന്താണ് പറഞ്ഞിരുന്നത്? ഹുസൈൻ സലഫി ഷാർജയിൽ നിന്ന് പ്രഭാഷണത്തിന് വേണ്ടി വന്നാൽ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് വേണം, അല്ലെങ്കിൽ ആയിരങ്ങൾ അദ്ദേഹത്തിന് വേണം, എന്നാൽ മാത്രമേ അദ്ദേഹം പ്രഭാഷണം നടത്തുള്ളൂ, അല്ലാതെ അദ്ദേഹം പ്രഭാഷണം നടത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലിപ്പ് താങ്കൾ ഇറക്കിയത് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് താങ്കൾക്ക് ഓർമ്മ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വഹാബികളാകുന്ന ആളുകൾ പല വിധത്തിലും പള്ളി കൊള്ളയടിച്ചും അതുപോലെ തന്നെ കാബ കൊള്ളയടിച്ചുകൊണ്ട് നേതാവ് മാതൃക കാണിച്ചു കൊടുത്തു. നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊള്ളയടിച്ചുകൊണ്ട്, കാബ കൊള്ളയടിച്ചുകൊണ്ട് മാതൃക കാണിച്ചു കൊടുത്തു. അത് റഹ്മത്തുള്ള ഖാസിമി പറയുന്നതിന് മുമ്പ് തന്നെ ഈ മൗദ് മൗലവി, വഹാബികളുടെ നേതാവ് ഈ മൗദ് മൗലവി, പിന്നെ മുസ്ലിങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യവും മുസ്ലിങ്ങളും എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് അനസ് മൗലവി മറന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതോ ആവട്ടെ, അപ്പോൾ നേതാവ് കൊള്ളയടിക്കുകയും അനുയായികൾ അത് കണ്ട് കേരളത്തിലുള്ള പല പള്ളികളും സ്വന്തമാക്കുകയും പിടിച്ചടക്കുകയും അതുപോലെ തന്നെ കൊള്ളയടിക്കേണ്ട സ്ഥലത്ത് പോയി കൊള്ളയടിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കാറുള്ളത്.
നാടുകാണി ചുരത്തിലൊക്കെ പോയിട്ട് മക്കാമുകൾ കൊള്ളയടിച്ചുകൊണ്ട് അവർ ജീവിച്ച ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ് റഹ്മത്തുള്ളാ ഖാസിമി ചോദിച്ചിട്ടോ അല്ലാതെയോ പണം കൊടുത്ത ദീനീ സ്നേഹികളെക്കുറിച്ച്, അവരുടെ തൃപ്തികരമായ രീതിയിൽ കൊടുത്ത പണത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ഏതോ ആവട്ടെ, അവൻ തിന്നുന്നതേ അവൻ ചൊല്ലൂ എന്നാണല്ലോ വാപ്തവാക്യം. അത് അവർ പറയട്ടെ. പിന്നെ രണ്ടാമത് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സ്വീകരിക്കുന്നവരാണ് വഹാബികൾ എന്ന് ഖാസിമിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ അനസ് മൗലവി, അങ്ങനെ അള്ളാഹു തആല ഖാസിമിയെ കുറിച്ച് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സ്വീകരിക്കുന്നവരാണ് എന്ന് പറയിപ്പിച്ചു എങ്കിൽ എന്തുകൊണ്ട് താങ്കൾ പിന്നെ അദ്ദേഹത്തെ അവനെ എടാ പോടാ എന്ന് താങ്കളും, അതുപോലെ തന്നെ ഭ്രാന്തനാണ്, കള്ളനാണ്, ഷിയാവിശ്വാസിയാണ് എന്നൊക്കെ താങ്കൾ ഇങ്ങനെ ചീത്ത പറയുന്നതായി കേട്ടു. അതുപോലെ തന്നെ ഹനീഫ ഗായക്കൊടിയും അതുപോലെ അവൻ കള്ളനാണ്, ഭ്രാന്തനാണെന്നൊക്കെ ഹനീഫ ഗായക്കൊടി വിളിച്ചു. അതുപോലെ റഫീഖ് സലഫിയും അവന് വേണ്ടത് അവനും വിളിച്ചു. ഇങ്ങനെ നിങ്ങൾ വഹാബിക ഭീകരവാദികളാകുന്ന നിങ്ങൾ നബിചര്യ അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് അല്ലാഹു തആല റഹ്മത്തുള്ളാ ഖാസിമിയെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ തെറി വിളിക്കുന്നത്? അത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിനാണോ? വല്ലാത്തൊരു അതിശയോക്തിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചരിത്ര വായന അവരെ വഷളാക്കുന്ന രൂപത്തിലാണ് ആദ്യം തന്നെ അവർ നടത്തിയിട്ടുള്ളത് എന്ന്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മക്കയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം കരസ്ഥമാക്കി. ഏത് വിദ്യാഭ്യാസം? ഇസ്ലാമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി. വിവിധ പ്രദേശങ്ങളിൽ പോയിട്ട്, മക്കയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ പോയിട്ട് ഇസ്ലാമിക വിദ്യ നുകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഭീകരവാദിയുടെ നാട്ടിലേക്ക് വന്നപ്പോ അസ്ഹരി തങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലും, നാട്ടിലേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്ന സമയത്ത് അവിടെ കുഫറിലായിരുന്നു മുഴുവൻ ജനങ്ങളും. അത് മക്കയിൽ നിന്ന് മാത്രമല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നാടായ നജീദിൽ മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മുഴുവനും കുഫറിന്റെ കോട്ടകൊത്തളങ്ങളായിരുന്നു, കുഫറിന്റെ വക്താക്കളായിരുന്നു, കുഫറിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായിരുന്നു. അഥവാ ഇസ്ലാമിക വിശ്വാസികളായി ആരും തന്നെ ഇല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്ന സമയത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മാത്രമേ ഒരു വിശ്വാസിയുള്ളൂ എന്നാണ് അനസ് പറയുന്നതും. അനസ് പറഞ്ഞതോ അസ്ഹരി തങ്ങൾ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അസ്ഹരി തങ്ങൾ പറഞ്ഞതായിട്ട് കാണിക്കാൻ താങ്കൾ ഒന്ന് ആ കിതാബുമായി വരണമെന്ന് താങ്കളോട് താഴ്മയോടുകൂടി പറയുകയാണ്. വെല്ലുവിളിക്കുന്നില്ല, മെല്ലെ വിളിക്കുകയാണ്. കാരണം വെല്ലുവിളിച്ചാൽ നിങ്ങൾ പേടിച്ചു പോകും. കാരണം വെല്ലുവിളിച്ചിട്ട് ഒരാൾ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് മെല്ലെ വിളിക്കുന്നത്, വെല്ലുവിളിച്ചതല്ല. അപ്പൊ ഏതോ ആവട്ടെ, ആ കിതാബുമായിട്ടൊന്ന് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയോ, അപ്പോ ഈ റഹ്മത്തുള്ളാ ഖാസിമി ഉസ്താദ് അവറുകള് പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് എന്നുള്ളതാണ്. അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വലിയ പണ്ഡിതനായി നജ്ദിലേക്ക് വന്നു. എവിടുന്നാ പഠിക്കുന്നത്? മക്കയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അവിടുന്നാണ് വിദ്യ നുകരുന്നത്. മക്കയിലുള്ള വിവിധ പ്രദേശങ്ങളിലാവട്ടെ എന്താണ്? കുഫറിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അപ്പൊ ഈ കുഫറിൽ അധിഷ്ഠിതമായ മക്കയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തൗഹീദിന്റെ വചനം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് എവിടുന്ന് കിട്ടിയോ ആവോ, അത് അനസ് തന്നെ പറഞ്ഞു തരേണ്ടതുണ്ട്. വല്ലാത്തൊരു സങ്കടമാണ് അനസെ. കുഫറിന്റെ രാജ്യത്ത് നിന്ന്, കുഫറിൽ അധിഷ്ഠിതമായ ജനങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് ഇസ്ലാമിക വിദ്യ നുകർന്നു. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നുകർന്നു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അതിശയോക്തരം തന്നെ.
ഏതായിരുന്നാലും അത് പിന്നെ എങ്ങനെയാണെന്ന് പറയണം. പിന്നെയോ പറയുന്നത് എന്താ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പിന്നെ ഇസ്ലാമിക വിദ്യ നുകർന്നതിന് ശേഷം, വലിയൊരു പണ്ഡിതനായതിനു ശേഷം തൻ്റെ നാട്ടിലേക്ക് പോയപ്പോൾ കുഫറിൽ അധിഷ്ഠിതമായ ജീവിതമാണല്ലോ. എന്നാൽ ഇദ്ദേഹം പറയുന്നതോ, അനസ് മൗലവി പറയുന്നത് എന്താ, അദ്ദേഹത്തിൻ്റെ വാപ്പ വലിയ പണ്ഡിതനായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ വാപ്പ വലിയ പണ്ഡിതനായിരുന്നു എന്നാണ് അനസ് മൗലവി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അനസ് മൗലവി, അപ്പോ ഈ കുഫറിൻ്റെ നാടാണ്, അവിടെയുള്ള മുഴുവൻ ആളുകളും കുഫ്രിയത്തിലാണ്, കുഫറിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞതും അസ്ഹരി തങ്ങൾ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞതും ഇവിടെ പച്ച നുണയല്ലേ? കാരണം ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ വലിയ പണ്ഡിതനാണ്. ആ വലിയ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും നഖശികാന്തം ആരെ എതിർത്തു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർത്തു. അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാണ് ഇവിടെ തകരാറ് സംഭവിച്ചത് എന്ന്. കാരണം മക്കയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും മൊത്തം കുഫറിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾ, അവിടെ വെച്ചുകൊണ്ട് തൗഹീദിന്റെ വചനങ്ങൾ പഠിക്കുക എങ്ങനെയുണ്ട്? വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മാത്രമല്ല മൊത്തം ജനങ്ങളും കുഫറിൽ അധിഷ്ഠിതമാണ്, വാപ്പ വലിയ പണ്ഡിതനുമാണ്. എങ്ങനെയുണ്ട്? അപ്പൊ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ അനസേ? എന്തെങ്കിലും പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? ഇവിടെ ലോജിക്ക് ശരിയാവുന്നില്ലല്ലോ, അതൊന്ന് ശരിയാക്കി തരണം കേട്ടോ, പ്രതീക്ഷിക്കുകയാണ്. പിന്നെയോ മറ്റൊരു കാര്യം പറഞ്ഞത്, മുഴുവനും പ്രദേശങ്ങളിൽ മുഴുവനും കുഫറിന്റെ വക്താക്കളാണെന്നാണ് പറഞ്ഞത്. പിന്നെയോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ആട്ടി ഓടിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ആട്ടി ഓടിച്ചു എന്ന് ശരിവെക്കുന്നു. ആരാ ശരിവെക്കുന്നത്? അനസ് ശരിവെക്കാണ്. ആര് പറഞ്ഞതിനെ? റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞു. എന്ത് പുതിയ വാദവുമായി വന്നപ്പോ നമ്മുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഭീകരവാദിയെ ജനങ്ങൾ ആട്ടി പുറത്താക്കിയപ്പോൾ ചങ്ങായി പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെ തെണ്ടി പോയി എന്നെ സ്വീകരിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് തെണ്ടി നടന്നു. ഇത് വലിയൊരു അപരാധമായിട്ട് ആണ് അനസ് കാണുന്നത്. എന്ത് തെണ്ടിത്തിരിഞ്ഞ് നടന്നു എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞല്ലോ എന്നാണ് അനസ് വലിയ അപരാധമായിട്ട് റഹ്മത്തുള്ള ഖാസിമിയെ കുറിച്ച് പറഞ്ഞത്. തെണ്ടിത്തിരിയൽ തന്നെയല്ലേ? കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ വലിയ പണ്ഡിതനാണെന്ന് ആര് പറഞ്ഞു? അനസ് പറഞ്ഞു. മനഃപൂർവ്വം സഹോദരൻ പണ്ഡിതനാണെന്ന് പറഞ്ഞില്ല. കാരണം ഒരു സഹോദരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെ ശക്തമായി രംഗത്ത് വരികയും കിതാബ് രചിക്കുകയും ചെയ്ത ആളാണ് ഉസ്മാൻ ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പണ്ഡിതൻ. അപ്പോ ഏതോ ആവട്ടെ, അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അവിടെ നിന്ന് പുറത്താക്കി, വാപ്പയെ പുറത്താക്കിയില്ല. വാപ്പ വലിയ പണ്ഡിതനാണല്ലോ, ദീനി പണ്ഡിതനാണല്ലോ, തൗഹീദ് പഠിച്ച ആളാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണല്ലോ അദ്ദേഹം പഠിച്ചത്, അദ്ദേഹം പ്രചരിപ്പിച്ചതും അത് തന്നെയാണല്ലോ, സഹോദരനും പ്രചരിപ്പിച്ചത് അത് തന്നെയാണല്ലോ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്നതിന് മുമ്പേ അവർ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അവരാരും എന്തേ പുറത്താക്കാഞ്ഞത്? ഈ പിതാവിനെ ആരും എന്തുകൊണ്ട് പുറത്താക്കിയില്ല? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുമ്പോഴേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരിൽ, അത് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ആട്ടിപ്പുറത്താക്കിയതെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനേക്കാൾ ആദ്യം പുറത്താക്കേണ്ടത് സ്വന്തം വാപ്പയല്ലേ? എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പുറത്താക്കിയില്ല? മറുപടി പറയണം നിങ്ങൾ. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കാനും ഇല്ലായ്മ ചെയ്യാനും കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നേ പറയാനുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്ന് നിങ്ങൾ പറയണം, എന്ന് തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. മാത്രവുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഉപമിച്ചത് അനസ് മൗലവി. ആരെ?
ഒരു പുതിയ പ്രവാചകനാക്കുകയാണ് അനസ് മൗലവി ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ചെയ്തിട്ടുള്ളത്. മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ, മുസ്ലിമീങ്ങളെ ചുട്ടുകരിച്ച, കഅബ കൊള്ളയടിച്ച, വലിയ ജാറമാകുന്ന റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കിൽ പോയി രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ മോഷ്ടിച്ച കള്ളനെ വലിയ ഒരു പണ്ഡിതനും അതുപോലെ തന്നെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളമുള്ള ഒരു നബിയായിട്ടാണ് പ്രചരിപ്പിക്കാൻ അദ്ദേഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നാട് വിട്ടപ്പോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ആട്ടി ഓടിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഷളാക്കലാണ്. അതെങ്ങനെയാ വഷളാക്കലാവുന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരിൽ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുന്ന ജനങ്ങളോടൊക്കെ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ജനങ്ങളോടൊക്കെ ഇങ്ങനെ യാചിക്കുകയായിരുന്നു പോലും. എന്തിനിങ്ങനെ റസൂലുള്ളാഹിനെ വഷളാക്കണം? യാചിക്കുകയാണ് പോലും. എന്നെ നിങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുപോകുക, എനിക്കൊന്നും തരണ്ട, എനിക്കൊന്നും തരണ്ട, നിങ്ങളെ രാജ്യത്തൊന്ന് താമസിപ്പിച്ചാൽ മതി, നിങ്ങളെ രാജ്യത്തേക്കൊന്ന് താമസിപ്പിച്ചാൽ മതി, എനിക്കൊന്നും തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചു അത്രേ. ആരും സ്വീകരിച്ചില്ല, ആരും സ്വീകരിച്ചില്ല. മക്കയിലേക്കാണല്ലോ ഹിജ്റ പോയത്, ആരും സ്വീകരിച്ചില്ല. മക്കയിൽ നിന്നോ ആട്ടിപ്പുറത്താക്കി. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയോ? ആട്ടിപ്പുറത്താക്കിയെങ്കിൽ മക്കയിൽ വരുന്ന ജനങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ യാചിക്കാൻ അവസരം എവിടുന്ന് കിട്ടി? എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ മൗലവി? എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ? ചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ വസ്തുത വായിക്കണ്ടേ? വസ്തുതയല്ലെങ്കിൽ ഒരു കക്കുന്ന ഒരാൾക്ക് അത് നേരാൻ പഠിക്കണ്ടേ? ജനങ്ങൾക്കെങ്കിലും, ജനങ്ങളുടെ ഇടയിലെങ്കിലും പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു രൂപത്തിലാവണ്ടേ? നിങ്ങൾ കളവ് പറയുമ്പോൾ, നിങ്ങൾ വൈരുദ്ധ്യങ്ങൾ പറയുമ്പോൾ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആട്ടി ഓടിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പുതിയ തൗഹീദുമായി, വഹാബി തൗഹീദുമായി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കടന്നു ചെന്നപ്പോ ആട്ടിപ്പുറത്താക്കിയതുപോലെ റസൂലുള്ളാഹിനെ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി. പിന്നെയോ ആട്ടിപ്പുറത്താക്കി എന്ന് പറഞ്ഞ ചങ്ങാതിയാണ് അനസാണ് പിന്നെ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനക്കാർ ഏറ്റെടുത്തു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഒരുക്കിത്തരാം, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിത്തരാമെന്ന് റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു അത്രേ. ആദ്യം പറഞ്ഞതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊന്നും തരണ്ട, അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി, എൻ്റെ ഈ തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി എന്ന് ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നതോ മദീനയിലേക്കാണല്ലോ ഹിജ്റ പോയത്. മദീനക്കാർ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരി എന്ന് റസൂലുള്ളാഹിനോട് ഇങ്ങോട്ട് യാചിച്ചു എന്ന്. അപ്പം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ചരിത്ര വായന എന്നതിൻ്റെ പേരിൽ നടത്തിയ അബദ്ധ വായന എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താ പറയുന്നത്? റഹ്മത്തുള്ള ഖാസിമി താരീഖുൻ നജ്ദ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് താരീഖുൻ നജ്ദ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം വായിച്ചുകൊണ്ട് തിരുമറി നടത്തിയെന്ന്. എന്താ തിരുമറി നടത്തിയെന്നുള്ളത് പറയുന്നില്ല. ഞാൻ മുമ്പും അത് പറഞ്ഞതാണ്, ഒന്നുകൂടി അത് കേട്ടപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അപ്പൊ എന്താണ് തിരുമറി നടത്തിയത് എന്ന് ചോദിച്ചിട്ട് മറുപടി ഒന്നുമില്ല. റഹ്മത്തുള്ള ഖാസിമി വായിച്ച അതേ അർത്ഥം തന്നെ ഇയാളും വെക്കുന്നത്. എന്താണ്? വഹാദിഹി കലിമത്തു തൗഹീദി അല്ലത്തി ദഅത് ഇലൈഹ റുസുലു കുല്ലുഹു. എന്താണ്? വഹാദിഹി കലിമത്തു തൗഹീദില്ലത്തി ദഅത് ഇലൈഹ റുസുലു കുല്ലുഹു. എന്താണ്? എൻ്റെ ഈ കലിമത്താകുന്നത്, ഏത് കലിമത്ത്?
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രചരിപ്പിക്കുന്ന കലിമത്ത് അത് വഹാബി തൗഹീദാണ്. അത് വഹാബി തൗഹീദാണ്. വഹാദിഹി ഇതാകുന്നത് എന്ന് പറഞ്ഞത് അത് വഹാബി തൗഹീദാണ് എന്ന് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞിരുന്നു. റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞിരുന്നു. അത് തിരുമൽ നടത്തിയതാണ്. അത് റസൂലുള്ളാഹിന്റെ കലിമത്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ അനസ് മൗലവി പറയുന്നത്. അനസ് മൗലവി പറയുന്നത് അത് റസൂലുള്ളാഹിന്റെ കലിമത്താണ്, റസൂലുള്ളാഹിന്റെ കലിമത്ത ആണ് പ്രചരിപ്പിച്ചത്. എന്നിട്ട് പറയാണ് അത് വഹാബി തൗഹീദാണ് എന്നാണ്. വഹാബി തൗഹീദ് അല്ലേ? കാരണം വാപ്പ അംഗീകരിക്കാത്ത തൗഹീദ്, വാപ്പ വലിയ പണ്ഡിതനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ വലിയ പണ്ഡിതനാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ വാപ്പ അംഗീകരിക്കാത്ത തൗഹീദ്, വാപ്പ തള്ളിപ്പറഞ്ഞ തൗഹീദ്, സഹോദരങ്ങൾ തള്ളിപ്പറഞ്ഞ തൗഹീദ്, അതെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദാകുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിന്റെ പേരിലാണ്, തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പുറത്താക്കിയതെങ്കിൽ ബാപ്പയെ എന്തുകൊണ്ട് അവർ പുറത്താക്കിയില്ല? എന്തുകൊണ്ട് പുറത്താക്കിയില്ല? അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതൊരു പുതിയ തൗഹീദായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദായിരുന്നില്ല. നേരെ മറിച്ച് ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുമ്പിൽ പറയുകയും എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരോടൊക്കെ പറയാ നിങ്ങളൊക്കെ മുശ്രിക്കുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങളൊക്കെ മുശ്രിക്കാണ്. പിന്നെ ആരെങ്കിലും നാട്ടിലെ ചങ്ങനെ നിർത്തുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയാ നിങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ അച്ചങ്ങാൻ ആരെങ്കിലും അവിടെ നിർത്തോ? ആട്ടി ഓടിക്കൂലേ? അപ്പോ ഈ കലിമത്ത് തൗഹീദ്, ഏത് കലിമത്ത് തൗഹീദ്? വഹാബിസമാകുന്ന കലിമത്ത് തൗഹീദ്, ആളുകൾ അടിച്ചു പുറത്താക്കിയ കലിമത്ത് തൗഹീദ്, അവരെ മുശ്രിക്കാക്കി ഇവൻ മാത്രമേ മുസ്ലിമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന തൗഹീദ് അത് വഹാബി തൗഹീദാണ്. ആ തൗഹീദ് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നാടും രാജ്യവും നാട്ടുകാരും നിങ്ങൾക്ക് കീഴ്പ്പെട്ട് കിട്ടും, നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു. അഥവാ അക്രമത്തിലൂടെ ഞാൻ എൻ്റെ ഈ തൗഹീദ് പ്രചരിപ്പിക്കാം, വഹാബി തൗഹീദാകുന്ന ഈ തൗഹീദ് ഞാൻ പ്രചരിപ്പിക്കാം. അത് അംഗീകരിക്കാത്തവരൊക്കെ നിങ്ങൾ കശാപ്പ് ചെയ്യണം. അങ്ങനെ കശാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഈ തൗഹീദ് അംഗീകരിക്കുന്ന, വഹാബി തൗഹീദ് അംഗീകരിക്കുന്ന എല്ലാ ആളുകളെയും നമുക്ക് സംരക്ഷിക്കാം. അത് തൗഹീദ് അംഗീകരിക്കാത്തവരൊക്കെ നമുക്ക് അറുത്ത് കൊന്ന് നമുക്ക് ആ രാജ്യങ്ങളും അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കാം എന്നാണ് പറഞ്ഞത്. പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബല്ലേ ആള്, ആ ചങ്ങാതി ഞാനൊരു പുതിയ തൗഹീദ് ഉണ്ടാക്കിയതാണെന്ന് ആ ചങ്ങാതി പറയോ? കാരണം അങ്ങനെ ആകുമ്പോൾ ആളെ കിട്ടുമോ? ആടുന്ന് അടിച്ചു പുറത്താക്കിയല്ലേ പിന്നെ ഉണ്ടാവുക? ആളെന്ന് അടിച്ചു പുറത്താക്കിയതേ ഉള്ളൂ, പിന്നെ അടിച്ചു പുറത്താക്കലായിരിക്കും. ഇത് എൻ്റെ പുതിയ തൗഹീദാണെന്ന് പറഞ്ഞാല് ഞാൻ ഉണ്ടാക്കിയ ഒരു തൗഹീദാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് അടിച്ച് പുറത്താക്കൽ മാത്രമല്ല ഉണ്ടാവുക, അത് മേടിച്ചിട്ട് എന്ത് പറഞ്ഞു? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച പ്രബോധനം ചെയ്ത തൗഹീദാണെന്ന് പറഞ്ഞു. അത് അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ടോ? അപ്പൊ ഞാനിപ്പോ ഒരു പുതിയ വാദം കൊണ്ടുവന്നിട്ട് അത് ഇസ്ലാമിൻ്റെതാണെന്ന് പറഞ്ഞാൽ ആവോ? ഇല്ലല്ലോ. എന്നതുപോലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നു, എന്നിട്ട് അത് ഇസ്ലാമിന്റെ തൗഹീദാണ്, അത് പ്രവാചകന്മാരൊക്കെ പ്രചരിപ്പിച്ച പ്രബോധനം ചെയ്ത തൗഹീദാണ് എന്നവൻ പച്ചക്കള്ളം പറഞ്ഞാൽ അതെങ്ങനെ പ്രവാചകന്മാർ ജൽപ്പിച്ചതാവുക? പ്രവാചകന്മാർ പ്രചരിപ്പിച്ചതാവുക? പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതാവുക? ഒരിക്കലും ആവുകയില്ല. കാരണം അങ്ങനെ ആവണമെങ്കിൽ അവിടെ കലിമത്ത് തൗഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത കലിമത്ത് തൗഹീദ് അംഗീകരിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പയെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ല.
അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരങ്ങളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ല. അതുപോലെ അവിടെയുള്ള പണ്ഡിതന്മാരെ ആരെയും പുറത്താക്കിയിട്ടില്ല. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ അന്നും ദർസുകൾ ഉണ്ടായിരുന്നു. ആ ദർസുകൾ നടത്താൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അനുസരിച്ചുള്ള ദർസുകൾ നടത്തിയത് കൊണ്ടാണല്ലോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞത്, പഠിക്കാൻ കഴിഞ്ഞത്. അപ്പം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, യഥാർത്ഥ തൗഹീദ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പേച്ച ആളുകളുടെ അടുക്കലേക്ക് പോയി പഠിച്ചു. എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങളൊക്കെ മുശ്രിക്കുകളാണ് എന്നങ്ങ് പറഞ്ഞു. ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുവോ? ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുവോ? ഇതെങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദാകുന്നത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രചരിപ്പിച്ച തൗഹീദാണ്, അമ്പിയാക്കൾ പ്രചരിപ്പിച്ച തൗഹീദാണ്, പ്രബോധനം ചെയ്ത തൗഹീദാണ് എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞുകൊണ്ട് അവന്റെ വഹാബിസം അവിടെ കെട്ടിപ്പടുക്കാൻ നോക്കിയപ്പോഴാണ് അവനെ പുറത്താക്കിയത്. അവനെ പുറത്താക്കിയപ്പോഴാണ് മുഹമ്മദ് ബിൻ സഊദ് എന്ന രാജാവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ തൗഹീദ് അംഗീകരിക്കണം, വഹാബി തൗഹീദ് അംഗീകരിക്കണം. എന്നിട്ട് ആ രാജാവിനെ പറഞ്ഞു പറ്റിച്ചു, ഇത് റസൂലുള്ളാഹിന്റെ തൗഹീദാണ്, ഇത് മറ്റ് അമ്പിയാക്കളൊക്കെ പ്രചരിപ്പിച്ച തൗഹീദാണെന്ന് പറഞ്ഞു പറ്റിച്ചു. അപ്പൊ ആ തൗഹീദ്, വഹാബി തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജ്യം പിടിച്ചടക്കാം, നാട്ടുകാരെ പിടിച്ചടക്കാം, മറ്റ് രാജ്യങ്ങളെ പിടിച്ചടക്കാം, അംഗീകരിക്കാത്തവരെ കൊന്നൊടുക്കാം, അംഗീകരിക്കാത്തവരുടെ സ്വത്തുക്കളെ പിടിച്ചടക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു വലിയ രാജാവായി വാഴാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ കുടുങ്ങിപ്പോയി ആര്? മുഹമ്മദ് ബിൻ സഊദ്. അങ്ങനെയാണ് അവനക്ക് ദറഇയായി നിൽക്കാൻ ചാൻസ് കിട്ടുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ ചരിത്ര വായന, ഇപ്പോൾ ചരിത്രം വായിച്ചു കുടുങ്ങിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ വഹാബികൾ ഉള്ളത് എന്നോർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല ഈ ചങ്ങാതി പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഈ ചങ്ങാതി മുഹമ്മദ് ബിൻ സഊദ് ഇബ്നു അബ്ദുൽ വഹാബിനെ ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്ത സമയത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, എന്ത്? നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ ചോരക്ക് ചോര, ചോരക്ക് ചോര, പൊളിക്ക് പൊളി എന്ന തീവ്രവാദം, ഭീകരവാദം അവൻ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിൻ സഊദിനെ ആവേശം കയറ്റി, അവനെ ആവേശഭരിതനാക്കി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമാണ് പോലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമാണോ ഇത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമാണോ? മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന മഖ്ബറകളൊക്കെ തച്ചു പൊളിച്ചില്ലേ ഈ ഭീകരവാദി? ഈ ഭീകരവാദ ആശയമായി വന്നിട്ട് അതല്ലേ പൊളിക്ക് പൊളി എന്ന് പറഞ്ഞത്? ഇങ്ങനെ ഒരു ആശയം റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ മറുപടി പറയണം. അതുപോലെ തന്നെ കർബലയിലും അതുപോലെ തായിഫിലും ചെറിയ പിഞ്ചു പൈതങ്ങളെയും പെണ്ണുങ്ങളെയും ഉറങ്ങിക്കിടക്കുന്നവരെയും കൊന്നൊടുക്കിയ ഭീകരവാദിയായ തീവ്രവാദിയായ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ പറഞ്ഞ വാചകം, ചോരക്ക് ചോര, പൊളിക്ക് പൊളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ചോരക്ക് ചോര എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും അതുപോലെ ഉറങ്ങിക്കിടക്കുന്നവരെയും കൊന്നൊടുക്കി കഴുത്തറുത്തു കൊന്നു. പൊളിക്ക് പൊളി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് നിന്ന സ്ഥലത്തുള്ള പള്ളി പൊളിച്ചു. ഒരുപാട് പള്ളികൾ വേറെയും പൊളിച്ചു. ഒരുപാട് പണ്ഡിതന്മാരെ കഴുത്തറുത്തു കൊന്നു. ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ മദീനയിലുണ്ടായിരുന്നു, മക്കയിലുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു കളഞ്ഞു.
ഒരുപാട് മക്ബറകൾ, ഖുബ്ബകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. ഈ ഒരാശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയമാണോ? പിന്നൊരാൾ ചോദിക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം കെട്ടി ഉയർത്തിയതാണ്. ആരാണ് ഈ റഫീഖ് സലഫിയോട് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമാണ് മക്ബറകൾ ഉണ്ടായത്. ആരാ പറഞ്ഞത്? അപ്പോ അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമാണ് മക്ബറകൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാദം പൊളിയൂലേ മൗലവി? നിങ്ങൾ എന്താ പറയാറുള്ളത്? റസൂലുള്ളാഹിന്റെ പേരിൽ പച്ച നുണ പറയാറില്ലേ? എന്താ നുണ പറയാറുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോലും. എന്താ പറഞ്ഞത്? പൊന്തി നിൽക്കുന്ന ഖബറുകളൊക്കെ തരിപ്പണമാക്കണം, പൊളിച്ച് നിരപ്പാക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോലും. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ മക്ബറകൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്യുക? അപ്പം നിങ്ങളെ വാദം പൊളിഞ്ഞോ മക്കളെ? മാത്രമല്ല, ഈ റഫീഖ് സലഫിയോട് ചോദിക്കട്ടെ, റഫീഖ് സലഫി ആയാലും അനസായാലും കായക്കൊടി ആയാലും എല്ലാവരോടും ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തു അത്രേ, ഖബർ പൊളിക്കാൻ വേണ്ടി, പൊങ്ങി നിൽക്കുന്ന ഖബറുകൾ, കെട്ടിപ്പൊക്കിയ ഖബറുകളൊക്കെ പൊളിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തു പോലും. കാരണം എന്താ? അത് ശിർക്കിന്റെ കേന്ദ്രമായതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുഴുവൻ ആ ശിർക്കിന്റെ കേന്ദ്രം പൊളിച്ചു മാറ്റാതെ അവിടെ തന്നെ നിലനിർത്തി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന് കൂട്ടുനിന്നു എന്നോ? ശിർക്കിനെതിരെ പടപൊരുതാൻ, ശിർക്കിനെതിരെ ധാർമ്മികമായ നിലയിൽ, സമാധാനപൂർണമായ നിലയിൽ ശിർക്കിനെതിരെ ധർമ്മസമരം നടത്തിയ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ശിർക്ക് കണ്ടിട്ട്, ശിർക്കിന്റെ കൂടാരങ്ങൾ കണ്ടിട്ട് അത് പൊളിച്ചു മാറ്റാൻ നിൽക്കാതെ അവസാന കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചങ്ങ് മുങ്ങല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഭീരുവാക്കി, ഒരു നിന്ദ്യനായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവരെ നടക്കുന്നത്. റഹ്മത്തുള്ള ഖാസിമി നിന്ദിച്ചു, റസൂലുള്ളാഹിനെ നിന്ദിച്ചു എന്ന് പറഞ്ഞു. എന്തിന്റെ പേരിൽ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർത്തതിന്റെ പേരിൽ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർത്താൽ ക്രൂരനും തെമ്മാടിയും ഭീരുവും അതുപോലെ തന്നെ ചെയ്യാത്ത തോന്നിവാസങ്ങൾ ഒന്നുമില്ല ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എതിർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കലാവുന്നത്? പറഞ്ഞു തരണം നിങ്ങൾ, പറയണം നിങ്ങൾ. മുസ്ലിമീങ്ങളെ കാഫിറാക്കി, മുസ്ലിമീങ്ങളെ കാഫിറാക്കി കൊന്നൊടുക്കിയ ചങ്ങാതിയെ ചോരക്ക് ചോര, പൊളിക്ക് പൊളി എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്ര സ്മാരകങ്ങളും പണ്ഡിതന്മാരെയും അതുപോലെയുള്ള മുസ്ലിമീങ്ങളെയൊക്കെ കൊന്നൊടുക്കിയ ചങ്ങാതിയെ വിമർശിച്ചാൽ എങ്ങനെയാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കലാകുന്നത്, നിന്ദിക്കലാകുന്നത്? നിങ്ങളല്ലേ ഇപ്പോൾ നിന്ദിച്ചത്? ശിർക്കിന്റെ കൂടാരം കണ്ടിട്ടത് പൊളിക്കുകയോ അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിൽക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം തെറ്റ് ചെയ്യുന്ന ആളായിരുന്നു എന്ന് നിങ്ങൾ പച്ചക്കള്ളം എഴുതിയിട്ടില്ലേ? അത് റസൂലുള്ളാഹിനെ നിന്ദിക്കലല്ലേ? റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അത് റസൂലുള്ളാഹിനെ നിന്ദിക്കലല്ലേ? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ വഴിപ്പെടുന്നതിൽ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ച ആളാണ്, റസൂലുള്ളാഹിനെ അങ്ങനെയാണെന്ന് അംഗീകരിക്കേണ്ടതില്ല എന്ന് എഴുതി വെച്ചവരല്ലേ നിങ്ങൾ? ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ഗേഹമാകുന്ന സ്ഥലം കാലിച്ചന്തയാക്കിയും കക്കൂസാക്കിയും നിങ്ങൾ മാറ്റിയില്ലേ? ഇതല്ലേ നബി നിന്ന എന്ന് പറയുന്നത്? അല്ലാതെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വിമർശിക്കലും അദ്ദേഹത്തിന്റെ കൊള്ളരുതായ്മകൾ, അദ്ദേഹത്തിന്റെ ക്രൂര വിനോദങ്ങൾ, അദ്ദേഹത്തിന്റെ തോന്നിവാസങ്ങൾ, തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് നബി നിന്നയാകുന്നത്? പറഞ്ഞു തരണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇനിയും
ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് അത് തുറന്നു കാട്ടാൻ ഈ ഉള്ളവന്റെ ചെറിയ സേവനം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഈ ഉള്ളവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്കും ഷെയർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.